ഹലോ വേസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ? സ്വർണ്ണവില ഗ്രാമിൻ്റെ മുകളിൽ ഇന്നും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നും എന്ന് പറയുമ്പോൾ ഇന്നലെ കുറഞ്ഞിട്ട് ഇന്നലെ കൂടിയതാണ്, മിനിയാന്നും കൂടിയത്, അതിനു മുമ്പും കൂടിയതാണ്. ഇന്ന് നമുക്കൊരു സമാധാനത്തൊക്കെ പറയുന്ന പോലെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 6555 ഒരു ഗ്രാമിനും 52,440 ഒരു പവനും വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ഭാരതം 78ാം ജന്മദിനം, അതായത് 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ ഒരു വേളയിൽ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്താണ് ഓഫർ കൊടുക്കുന്നത് ചോദിച്ചാൽ തികച്ചും ഫ്രീ ആയിട്ട്, അതും എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ ആൾക്കാരെ കൊണ്ട് ഫ്രീ ആയിട്ട് കാതുകുത്തിയെങ്കിൽ അതാണ് നമ്മൾ നാളെ നിങ്ങൾക്ക് തരുന്ന ഓഫർ. എക്സ്പീരിയൻസ് ഉള്ള 35 ഇയേഴ്സ് 27 ഇയേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ ആൾക്കാർ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കാതുകുത്തും. നമ്മൾ ഇതുവരെ കുട്ടികൾക്ക് മാത്രമായിരുന്നു കാതുകുത്തിയതെങ്കിൽ നാളെ ഒരു ദിവസം എല്ലാവർക്കും ഇവിടെ കാതുകുത്താൻ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട്, സെക്കൻഡ് സ്റ്റഡ് കുത്താൻ വരുന്നവരെങ്കിലും ഫസ്റ്റ് സ്റ്റഡ് കുത്താൻ വരുന്ന തികച്ചും ഫ്രീ ആണ്. നാളെ ഒരു ദിവസം മാക്സിമം യൂസ് ആക്കുക. ഓക്കെ, ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വീഡിയോ ഒക്കെ നോക്കും, ആസിഫ് മാളികയുടെ വീഡിയോ ഒക്കെ നോക്കും. എന്താണ് യൂസ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് യൂസ്. ഫ്രീ ഉള്ള കാര്യം പെട്ടെന്ന് അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാം. കാതുകുത്താനൊക്കെ ഉണ്ടെന്നൊക്കെ ആഗ്രഹമുള്ളവർ കാതുകുത്തണം, പക്ഷേ പൈസ കുറേ ആവില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അവർക്കൊക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉപകാരമാവും. അത് എങ്ങനെ കിട്ടും അവർക്ക്? നിങ്ങൾ ഷെയർ ചെയ്തെങ്കിലേ കിട്ടുമല്ലോ. മറക്കണ്ട ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഒരു കളക്ഷൻസ് കൂടിയുണ്ട്. നമ്മളെ സെയിൽസ്, അത് പ്രത്യേകിച്ചിട്ട് നമ്മളെ പർച്ചേസിങ് സെയിൽസ് മാനേജർ പ്രിയപ്പെട്ട അശോക് സെലക്ട് ചെയ്തിട്ടുള്ള 14.5 പവനോളം തൂക്കം വരുന്ന ആൻറ്റിക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ എന്നൊക്കെ ലൈറ്റ് വെയിറ്റിൽ പറയേണ്ട ഒരു സാധനമാണ് നമ്മളെ ഇന്നത്തെ സാധനം. ഇതിൻ്റെ 14.5 പവൻ്റെ ഒരു ബ്രൈഡൽ സെറ്റ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും നമുക്ക് ആ ഒരു ബ്രൈഡൽ സെറ്റൊക്കെ എന്ന ഘടകം നല്ല ഭംഗിയും അതിലേറെ നല്ല ഫിനിഷും കൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യം ഇതിൻ്റെ പണിക്കൂലിയാണ്. ചെറിയ കൂലിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. നേരെ നമുക്ക് നമ്മളെ സ്വദേശിച്ച് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ അതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത്, നമ്മൾ ഷോറൂമിൽ വന്നിട്ട് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതേ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നമ്മൾ സുധീഷ് നിങ്ങൾക്ക് എടുത്തു തരും. അപ്പോൾ സുധീഷ് നീ നോക്കിയിട്ട് വേണ്ട പോലെ ഒന്ന് എടുത്തോളി. ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെ വെയിറ്റും അതിൽ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മളെ വീഡിയോ കാണുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്നൊക്കെ ചോദിക്കും ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് ഒരിടത്തുനിന്നും ഒരാളും കൊടുക്കാത്തൊരു ഓഫറാണ്. ഫ്രീ ആയിട്ട് ₹1 പോലും കാശ് വാങ്ങാണ്ട് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ഷോറൂം ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പൺ ആക്കിയ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാതുകുത്ത് നമ്മൾ കൊച്ചുമക്കൾക്ക് കൊടുക്കൽ, കാതുകുത്ത് കൊച്ചുമക്കൾ കൊടുക്കൽ. എങ്കിൽ നാളെ ഒരു ദിവസം എല്ലാവർക്കും സെക്കൻഡ് സ്റ്റഡ് ആയെങ്കിലും തേർഡ് സ്റ്റഡ് ആയെങ്കിലും ഫിഫ്ത്തൊക്കെ സ്റ്റഡ് ഇടുന്ന ആൾക്കാരെല്ലാം ഉണ്ടല്ലേ, അവർക്കൊക്കെ എന്തായാലും വേർത്ത് തന്നെയാണ്. നാളെ ഒരു ദിവസം നമ്മൾ സ്വാതന്ത്ര്യദിനം കിട്ടിയ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 78ാമത്തെ വയസ്സിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ഒരു ബെനിഫിറ്റ് തന്നെയാണ് നാളത്തെ ദിവസം. മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേഷൻ. ഫാസ്റ്റ് കിട്ടൽ നിങ്ങൾക്കായിരിക്കും, അതിനുശേഷമായിരിക്കും മറ്റുള്ളവർക്കാർക്ക് കിട്ടൽ. അപ്പോൾ മറക്കണ്ട, നാളെ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ സെറ്റിൽ കിടക്കാം. 14.5 പവൻ്റെ, അതും ബ്രൈഡലിന് പറ്റിയ ആൻറ്റിക് ഡിസൈനിൽ വരുന്ന ചെറിയ കൂലിയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു കളക്ഷൻസാണ്. അതും 14.5 പവനാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. 14.5 പവന് എന്തുകൊണ്ടൊരു വേർത്ത് തന്നെയാണ്, സംശയം വേണ്ട. ആദ്യം തന്നെ നമ്മൾ എവിടെ നിന്ന് തുടക്കം കുറിക്കുക? ഇവിടെ നിന്ന് തുടക്കം കുറിക്കുക. ഫസ്റ്റ് കാണുന്ന ഈ ഒരു നെക്ലസ് കണ്ടില്ലേ, ഈ ഒരു നെക്ലസ് ഈ ഒരു ബ്രൈഡലിൽ വെച്ചത് കൊണ്ടാണ് ഇത്ര ഭംഗിയെന്ന് വിചാരിക്കേണ്ട. ഇത് സിംഗിളായിട്ട് വെച്ചെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുണ്ടാവും. അത്ര നല്ല ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ. നമ്മൾ മെഹർ കൊടുക്കാൻ, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനായിട്ട് കൊടുക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു പാർട്ടി വെയർ നെക്ലസ്സാണ് ഈ ഒരു നെക്ലസ്. ഇതിൻ്റെ തൂക്കമാണ് ഒരു ഹൈലൈറ്റായിട്ട് പറയേണ്ട കാര്യം. ലൈറ്റ് വെയിറ്റിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. വെറും 6 ഗ്രാമാണ്, അതായത് 3/4 പവനാണ് ഇത് വരുന്നുള്ളത്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. ഇവിടെയുള്ള ഡിസൈനും ഇവിടെയുള്ള ഡിസൈനും ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിലും നല്ല രസമാണ് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. ആക്ച്വലി 3/4 പവൻ, അതായത് 6 ഗ്രാമിന് എന്തുകൊണ്ടൊരു വേർത്ത് തന്നെയാണ്, സംശയം വേണ്ട. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കളക്ഷൻസ് ഒന്നിനൊന്ന്
പൊളിയായിട്ടുള്ള, അതായത് പൊളി എന്ന് പറയുമ്പോൾ മെച്ചമായിട്ടുള്ള ഡിസൈൻ, അതായത് നല്ല നല്ല കളക്ഷൻസ് ഒന്ന് കണ്ടെങ്കിൽ നെക്സ്റ്റ് കാണാനുള്ള ആഗ്രഹം തോന്നിപ്പോകുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് ഇന്ന് ഞാൻ കാണിക്കുക. അത് കമലായെങ്കിലും അതുപോലെ ബാംഗിൾസ് ആയെങ്കിലും മോതിര സെറ്റ് ആയെങ്കിലും പാദസര ആയെങ്കിലും അതുപോലെ നമ്മൾ പേൾ വെച്ച് ഈ ഒരു നെക്ലേസ് ആയെങ്കിലും എന്താ ഇതിൻ്റെ പ്രത്യേകത? വെറും 4 ഗ്രാമാണ് ഇതിൽ തൂക്കം വരുന്നുള്ളത്. ഞാൻ ഇന്നലെ ഇതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മളൊരു ബ്രൈഡലിന് ഇത് സെറ്റാക്കിയിട്ട് വെറും 14.5 പവൻ്റെ ഒരു ഫുൾ സെറ്റിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 14.5 പവനിൽ നോക്കി നിങ്ങൾ 4 ഗ്രാം, അതായത് അരപ്പവനാണ് ഈ വരുന്ന ഈ ഒരു പേൾ നെക്ലേസ് ഉള്ളത്. ഈ ഒരു പേൾ നെക്ലേസ് വന്നപ്പോഴാണ് ഈ ഒരു ബ്രൈഡലിൻ്റെ ഈ സെറ്റിന് ഈ ചിരി പോലിമ വർദ്ധിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകം ഈ ഒരു അവസരത്തിൽ നമ്മൾ അശോകനോട് നന്ദി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അശോകൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളെ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പർച്ചേസിങ് മാനേജറാണ്. നല്ല ആത്മാർത്ഥതയും അതിലേറെ നല്ല കഴിവും അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു സ്റ്റാഫാണ്. അപ്പോൾ അത് പറയാണ്ട് നിന്നെങ്കിൽ അത് നമ്മളൊരു നന്ദികേടായി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ യൂസ് ചെയ്തത്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്, അടിപൊളി ഡിസൈൻ, മാഷാ അല്ലാ, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നിങ്ങൾക്കൊരു വേർത്തായിട്ടുള്ള കളക്ഷൻസാണ് ഈ ഒരു പേൾഡ് നെക്ലേസ്. നല്ല രസമുള്ള സാധനം. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ തൂക്കാണ് ഇതിലും നമ്മളെ ഞെട്ടിച്ച കാര്യം. എന്താ പറഞ്ഞാൽ 32 ഗ്രാമാണ് ഇത് തൂക്കം വരുന്നുള്ളത്. 32 ഗ്രാമിന് എന്തുകൊണ്ടും ഒരു വേർത്ത് തന്നെയാണ്. നോക്കിയിട്ട് 32 ഗ്രാമിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലെങ്കിൽ 32 ഗ്രാം കണ്ടില്ലേ, അടിപൊളി സാധനം. അതായത് 4 പവൻ, 4 പവന് എത്ര പൊലിമല്ലേ, എന്താ പൊലിമ, നല്ല പൊലിമയുണ്ട്, നല്ല രസമുള്ള നല്ല ഭംഗിയും നല്ല ഫിനിഷിങ്ങുള്ള ഈ ഒരു കളക്ഷൻസ് നമുക്ക് എന്തുകൊണ്ടും വേർത്ത് തന്നെയാണ്, സംശയം വേണ്ട. അടിപൊളി സാധനം കേട്ടോ, പൊളി സാധനം. 4 പവൻ, അതായത് 32 ഗ്രാമിൻ്റെ ഐറ്റംസ്. അപ്പോൾ 32 ഗ്രാമിൻ്റെ ഒരെണ്ണം, 4 ഗ്രാമിൻ്റെ ഒരു പേളിൻ്റെ ഒരു നെക്ലേസ്, 6 ഗ്രാമിൻ്റെ ഒരു ആൻറ്റിക് ഡിസൈനിൽ വരുന്ന കുഞ്ഞ് നെക്ലേസ് എന്ന് നാം വിചാരിക്കും 6 ഗ്രാം. പക്ഷെ അങ്ങനെയല്ല, നല്ല പൊലിമയുള്ള നല്ല വർക്കുള്ള അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു 6 ഗ്രാം നെക്ലേസ്. അങ്ങനെ 3 നെക്ലേസാണ് നമ്മളിന്ന് കണ്ടത്. ഇപ്പോൾ ഈ 3 നെക്ലേസിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു 4 പവൻ നെക്ലേസാണ്. ഇത് പറയാൻ കാരണം അത്രയും പൊലിമയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വീഡിയോയിൽ പറയുമ്പോൾ, എന്താ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള, ഒന്ന് വ്യത്യാസമാർന്ന ഡിസൈനിൽ വരുന്ന, അതും വ്യത്യാസം, അതായത് ഒന്ന് കാണുമ്പോൾ നെക്സ്റ്റ് കാണാൻ തോന്നിക്കുന്ന രീതിയിലുള്ള കളക്ഷൻസാണ്. അത്രയും നല്ല രസമാണ് കാണാൻ. കാരണം ഒന്ന് കാണുമ്പോൾ 6 ഗ്രാമിൽ ഇത്ര, മാഷാ അല്ലാ, 6 ഗ്രാമിൽ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. നെക്സ്റ്റ് നമ്മൾ 4 ഗ്രാമിലേക്ക് പോകുമ്പോൾ മാഷാ അല്ലാ 4 ഗ്രാമിൽ ഇത്രയ്ക്ക് മാഷാ അല്ലാ എടുക്കാൻ പറ്റുന്നല്ലോ, കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും അല്ലേ, തീർച്ചയായും ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് 4 പവനിൽ മാഷാ അല്ലാ, വാവ് സൂപ്പർ, എന്താ രസം, 4 പവനിൽ ഇത്ര വലിയ നെക്ലേസോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നെക്ലേസ് മാറി എന്നതാണ് ഇതിൽ പറയേണ്ട കാര്യം. അങ്ങനെയാണ് ഈ ഒരു നെക്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയേണ്ടത്. എന്തായാലും നല്ല വേർത്താണ്. എന്തുകൊണ്ടും ഇന്നത്തെ ഏത് നെക്ലേസും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ സിംഗിളായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു വേർത്ത് തന്നെയാണ്. അതുകൊണ്ട് പോലെ തന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് ഈ ഒരു ബാംഗിൾ സെറ്റിലേക്കാണ്. ഈ ബാംഗിൾ സെറ്റിൽ കാണുന്ന ഈ ഒരു 3 വളയും വേർത്തുള്ള വള തന്നെയാണ്, ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വള എന്ന് നമുക്ക് എന്തുകൊണ്ടും പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു വള വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാണുന്ന ഈ ഒരു വീതിയുള്ള വള, അതും ആൻറ്റിക് ഡിസൈനിൽ വരുന്ന ഈ വീതിയുള്ള വള പണ്ട് കാലങ്ങളിലും തൊട്ടേ നമ്മൾക്കറിയുന്ന കാലം തൊട്ടേ ഇങ്ങനെയുള്ള വളകളൊക്കെ വരുന്നുള്ളത് 5 പവൻ്റെയൊക്കെയാണ് ഇത്ര വീതി വളയൊക്കെ വരിക. പക്ഷേ ഇന്ന് അതൊക്കെ മാറി, കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈറ്റ് വെയ്റ്റിലേക്ക് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എത്ര വരും ചോദിച്ചെങ്കിൽ ഇത് വരുന്നുള്ളത് 23 ഗ്രാമാണ്. അതായത് 3 പവനും ചുവടെയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. 3 പവൻ്റെ ചുവടെ എന്തുകൊണ്ടൊരു വേർത്ത് തന്നെയല്ലേ, സംശയമില്ലല്ലോ. അങ്ങനെയുള്ള അടിപൊളി ബാംഗിൾസ്. അത് കഴിഞ്ഞെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ഈ 2 ബാംഗിൾസ് കാണാം, ഇപ്പുറമായിട്ട് വെച്ചിട്ടുള്ള ബാംഗിൾസ്. ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോൾ ഒരെണ്ണം വരുന്നുള്ളത് 12 ഗ്രാമാണ്. അതായത് 1.5 പവനാണ് വരുന്നുള്ളത്. 1.5 പവന് എന്തുകൊണ്ടും നല്ലൊരു ഡിസൈനാണ് അല്ലേ. അപ്പോൾ 1.5 പവൻ്റെ 2 ബാംഗിൾസും 3 പവൻ്റെ അകത്ത് വരുന്ന ഒരു ബാംഗിൾസും കൂടിയിട്ട് ഒരു കയ്യിൽ മൊത്തമായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു ബാംഗിൾസ് വരുന്നുള്ളത്. അപ്പോൾ ഒരു ബ്രൈഡലിന് 14.5 പവൻ്റെ ഒരു സെറ്റാണ് ഇത് കാണിക്കുന്നുള്ളത്. അതിലാണ് ഇത്ര ഐറ്റംസ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് കാണുന്നത് ഇതിനേക്കാളും മികച്ച, ഇതിനേക്കാളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അതാ നോക്കി നിങ്ങൾ,
ഇതിൻ്റെ തൂക്കാണ് ഇത്ര പൊലിമയുള്ള ഇത്ര ബിഗ് സൈസിൽ വരുന്ന ഈ ഒരു ഐറ്റം ഈ 2 കമലും കൂടിയിട്ട് വരുന്നുള്ളത് അരപ്പവനാണ്, അതായത് 4 ഗ്രാമാണ്. അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ നെക്ലേസിൻ്റെ സെറ്റ് കാണിക്കുമ്പോൾ തന്നെ 6 ഗ്രാമിൻ്റെ നെക്ലേസ് ആണെങ്കിലും 4 ഗ്രാമിൻ്റെ നെക്ലേസ് ആയാലും 4 പവൻ നെക്ലേസ് ആണെങ്കിലും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളക്ഷൻസ് എന്ന് അതേ രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു കമലും പോയിട്ടുള്ളത്. അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. കമലിൻ്റെ ഒരു വേർത്ത് തന്നെയാണ്, സംശയം വേണം. എനിക്കിത് സിംഗിളായിട്ട് വാങ്ങാനും ആ ഒരു പേളൊക്കെ അതിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഭംഗി ഇച്ചിരി വർദ്ധിച്ചു എന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ സ്റ്റോണിൽ ആ ഒരു വർക്ക്, ആ സ്റ്റോൺ നിങ്ങൾ മാച്ച് ചെയ്തത് ഈ ഒരു സെറ്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ സ്റ്റോണിൻ്റെ കളർ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഈ 2 ബാംഗിൾസിൻ്റെ സ്റ്റോൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കാണുന്നില്ലേ? ഇതാ ഈ ബാംഗിൾസിൻ്റെ സ്റ്റോണ് കറക്റ്റ് മാച്ചായി കൊടുത്തു. അതുകൂടാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറയാനുള്ളതാണ്. ഇതിൻ്റെ സ്റ്റോൺ നിങ്ങൾക്ക് മാച്ചായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളെ നെക്ലേസിൻ്റെ സ്റ്റോൺ ഇവിടെ മാച്ചായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എല്ലാം അവിടെ മാച്ചായി കൊടുത്തു. ഈ ഗ്രീനും ഇവിടെ മാച്ചായി കൊടുത്ത് കണ്ടില്ലേ? അങ്ങനെ എല്ലാം അതിലേക്ക് കറക്റ്റ് മാച്ചായി കൊടുത്തു. ഇപ്പോൾ ബാംഗിൾസിൻ്റെ ഗ്രീനും ഇവിടെ മാച്ചായി കൊടുത്തു കണ്ടില്ലേ? ബാംഗിൾസിൻ്റെ ഗ്രീനോട് മാച്ചായി കൊടുത്തു. അതിന് പകരം ഇവിടെ മാച്ചായി കൊടുത്തു കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു കമൽ വരുന്നുള്ളത്. അപ്പോൾ കമൽ എന്തുകൊണ്ടും വേർത്ത് തന്നെയാണ്, സംശയം വേണ്ട. അതും വെറും 4 ഗ്രാമാണ് തൂക്കം വരുന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾക്ക് നേരെ പോകുന്നുള്ളത് നമ്മളൊരു മോതിര സെറ്റിലേക്കാണ്. മോതിര സെറ്റ് നമ്മൾ ഓൺ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കൂലിയിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ ഗ്രാമാണ് പ്രത്യേകം പറയേണ്ട കാര്യം, പ്രത്യേകം ഹൈലൈറ്റ് ആക്കേണ്ട കാര്യം. വെറും 8 ഗ്രാം, അതായത് 1 പവനാണ് ഈ ഒരു സാധനം തൂക്കം വരുന്നുള്ളത്. 1 ഗ്രാം, അതായത് 1 പവൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, 8 ഗ്രാം. 8 ഗ്രാമിന് എന്തും കൊണ്ടും ഒരു വേർത്ത് തന്നെയാണ്, സംശയമില്ല. അങ്ങനെയുള്ള അടിപൊളി കളക്ഷൻസ് നല്ല രസമാണ്. അതായത് ഒരു കയ്യിൽ നമ്മളെ ഈ ഒരു ബാംഗിൾസ് വന്നെങ്കിൽ നെക്സ്റ്റ് കയ്യിൽ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബ്രൈഡലിന് 14.5 പവൻ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു 1/2 പവൻ കൂടി ഇനി നമുക്കിൽ ബാലൻസ് ഉണ്ട്. ഒരു 15 പവനൊക്കെ കൊടുക്കുന്ന ഒരാൾക്ക് ഇനി 1/2 പവൻ കൂടി ഞങ്ങൾ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 റിങ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. റിങ് അല്ല വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, പുതിയാപ്പിള വരുന്ന സമയത്ത് അമ്മായിൻ്റെ വക ഒരു കോയിനൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ 1/2 പവൻ്റെ ഒരു കോയിന് വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് ഞങ്ങളവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ചതാണ്. നെക്സ്റ്റ് നമുക്കിതാ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പാദസരം കണ്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ പരിപാടിയും നമ്മളെ പാർട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിലും നമുക്ക് ഡെയിലി വരെയായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 1.5 പവൻ്റെ നല്ല സ്ട്രോങ്ങും സ്ട്രെങ്ത്തുള്ള ഒരു പാദസരം കൂടി നമ്മൾ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് 8 ഗ്രാം വെക്കാൻ പറ്റുമായിരുന്നു. 3 ഗ്രാമിൻ്റെ പാദസരം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. കാരണം 3 ഗ്രാമിൻ്റെ പാദസരം നമ്മളടുത്തുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് 12 ഗ്രാമിലേക്ക് നമ്മൾ ഈ ഒരു പാദസരം കൊണ്ടുവരാനുള്ള കാരണം തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്, പറ്റണം എന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ, നാളെ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് ഇന്ന് വരെ ഒരാളും കൊടുക്കാത്ത, അതായത് നാളെ തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാതുകുത്ത്, ഫ്രീ ആണ് കാതുകുത്ത് അല്ലേ? അപ്പോൾ അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. രണ്ടാമത്തത് എല്ലാ ഐറ്റം ഉൾപ്പെട്ടുകൊണ്ട് വെറും 14.5 പവൻ്റെ, അത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കളക്ഷൻസ് കാണാനുള്ളൊരവസരം. ഒരു 2 വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം തികച്ചും ഫ്രീ ആയിട്ട് കാതുകുത്തുന്നതാണ്. അത് നാളെ ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ല സമയമുണ്ട്, മാക്സിമം എല്ലാവർക്കും എത്തിക്കുക. എങ്കിൽ നിങ്ങൾ കൊണ്ട് അവർക്ക് ഉപകാരം. കാരണം കാതുകുത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ കാശുണ്ടാവും, കുറേ കാശാവുന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും. ഒരു പോലും കാശ് കൊടുക്കാണ്ട് നാളെ ഒരു ദിവസം കുത്താൻ പറ്റും. ഓഗസ്റ്റ് 15-ാം തീയതി മാത്രം. ഓക്കെ, അപ്പോൾ ഏവർക്കും ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും വിനീതിൻ്റെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ബൈ, താങ്ക് യു.